ഇന്ന് നമുക്കൊരു ഡൈ ഉണ്ടാക്കുന്ന വിധം കണ്ടാലോ? നമുക്കെല്ലാം ഡൈ തേക്കുന്ന ചിലർക്ക് അലർജിയാണ്, ചിലർക്ക് ഡൈ തേക്കാൻ എന്തോ ഏത് കമ്പനിയുടെ തേക്കണം, ഏത് കമ്പനിയുടെ ഡൈ ആണ് ആൻറ്റി തേക്കുന്നതെന്നോ പലരൊക്കെ ചോദിച്ച്. ഞാൻ നാച്ചുറലായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഡൈ എന്ന് പറയും, അതാ തേക്കുന്നത്. അതൊരു 5-6 ദിവസമൊക്കെ നിൽക്കും, അത് കഴിയുമ്പോൾ വീണ്ടും തേക്കും. പിന്നെ നമ്മൾ ഈ ഡൈ തേക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സോപ്പ് ഇട്ടൊന്നും കഴുകരുത്. പിന്നെ എന്തെങ്കിലും താളി ഉപയോഗിച്ചോ അല്ലെ ചെറുപയറിൻ്റെ പൊടിയോ ചെമ്പരത്തി താളിയോ ഉപയോഗിച്ച് കഴുകുക. നമ്മളെ കെമിക്കലുള്ള ഈ ഷാമ്പു ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഇത് കണ്ടോ, ഡൈയെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചതാണ് കണ്ടോ, നല്ല കറുത്ത നല്ല കണ്ടോ, നല്ല. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നറിയാവോ? ചക്കക്കുരു കൊണ്ടാണ് ഇതുണ്ടാക്കിയത്. ഇതുണ്ടാക്കിയ വിധം ഇനി എല്ലാവർക്കും കാണണോ? ഇതുണ്ടോ, നല്ല മഷി പോലെ ഇരിക്കുന്നത് കണ്ടോ. ഇത് നമ്മൾ തലയിൽ ഇങ്ങനെ അങ്ങ് തേച്ചാൽ മതി. നമ്മളെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നമ്മുടെ തലയിൽ എണ്ണ തേച്ചതുപോലെ ഇരിക്കും. അത് കണ്ടോ, എൻ്റെ മുടിയുടെ സൈഡൊക്കെ ഇച്ചിരി വെളുത്തിട്ടുണ്ട്. ഞാൻ ഡൈ ഉപയോഗിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനത്തെ ഡൈ ഉപയോഗിക്കുള്ളൂ, എനിക്ക് കെമിക്കലുള്ള ഡൈ തേക്കാൻ പാടില്ല. അപ്പോൾ അത് ഇത് കണ്ടോ, ഇത്രയും തേച്ച്. ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ ഒരു തുണിയോ വെച്ച് തുടച്ച് കളഞ്ഞാൽ ആ കളർ അവിടെ നിലനിൽക്കുകയും ചെയ്യും. നമുക്ക് വേറൊരു പാർശ്വഫലങ്ങളും ഇല്ല. നമ്മുടെ ദേഹത്തോ കയ്യിലോ ഒന്നും കറുപ്പ് പാടുമാകത്തില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നറിയണ്ടേ? കുറച്ച് ചക്കക്കുരു എടുത്തേ, നമുക്ക് അത് ചെറുതായിട്ടൊന്ന് വാട്ടണം. അതിൻ്റെ കറ പോകണമല്ലോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് അതിൻ്റെ ഈ തൊലി വെളുത്ത തൊലി പൊളിച്ച് കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് കഷ്ണിച്ച് വെയിലത്ത് വെച്ച് ഒരു 2 വെയിൽ ഉണക്കുക. ഉണങ്ങിക്കഴിയുമ്പം അത് നമ്മൾ ചീനിച്ചട്ടിയിലിട്ട് വറക്കുക. പിന്നെ വറക്കുന്ന വിധം കൂടെ ഒന്ന് കാണിക്കാവേ. അപ്പോൾ ഈ ചക്കക്കുരു പുഴുങ്ങി ഉണങ്ങിയതാണിത്. 2-3 ദിവസം ഉണങ്ങി. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കഷ്ണിച്ചിടുവാണെങ്കിൽ നമുക്ക് വറുത്തിട്ട് മിക്സി പൊടിക്കാൻ എളുപ്പമുണ്ട്. അങ്ങനെ ഈ ചക്കക്കുരു ഒന്ന് വറുത്തെടുത്തൊന്ന് വരട്ടെ. ചെറുതായിട്ട് അരിഞ്ഞ ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പം ഞാൻ ആ ചക്കക്കുരു വറുത്ത് നല്ല മൂക്ക, നമ്മൾ കാപ്പിക്കുരു വറക്കത്തില്ല അതുപോലെ വറുത്തിട്ട് അതിനകത്ത് നമ്മൾ തലയിൽ തേക്കുന്ന ഏത് ഓയിലാണ്, വെളിച്ചെണ്ണയാണോ വേറെ ഏതാ ഓയിലാണ് ചേർക്കുന്നത്, അത് ഒഴിച്ച് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെല്ലാം അരച്ചെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഡൈ ആണിത്. ഉണ്ടോ, അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഡൈ ആയത്. ഇത് നമുക്കിനി തലയിൽ നമുക്ക് തേച്ച് വെക്കാം. ഞാൻ തേച്ച് വെക്കാം. ഞാനിങ്ങനെ ഡൈ ആണ് തേക്കുന്നത്. എനിക്ക് കെമിക്കലുള്ളതൊന്നും തേക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഡൈ ആണ് തേക്കുന്നത്. എല്ലാവരും ചോദിച്ചാൽ ഏത് ഡൈയാണ് തേക്കുന്നതെന്ന്. ഇങ്ങനെ നമ്മളങ്ങ് തേക്കുക. തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ഷാമ്പു ഇട്ട് കഴുകാതെ ഒരു 1/2 മണിക്കൂർ തലയിലിരുന്നോട്ടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരാഴ്ച വരെയൊക്കെ ഈ കളർ നിൽക്കും. അത് കഴിയുമ്പോൾ വീണ്ടും തേക്കണം. നമ്മുടെ മുടിക്ക് എണ്ണയാകും. മുടി കഴുകി കഴിയുമ്പോൾ നല്ല പറന്ന് കിടക്കും മുടി. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. ഓക്കെ, ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.